1928 ഓഗസ്റ്റ് 26-ന് ഡൊണോഗുവിന്റെ സുഹൃത്ത് സ്കോട്ട്ലൻഡിലെ പേസി എന്ന പ്രദേശത്തെ വെൽമിഡോ കഫേയിൽ നിന്ന് ഒരു ജിഞ്ചർ ബിയർ വാങ്ങി. ജിഞ്ചർ ബിയറിന്റെ കുപ്പി ഇരുണ്ട് സുതാര്യമല്ലാത്തതിനാൽ ഉപഭോക്താവിന് കുപ്പിയുടെ മെറ്റീരിയലോ ഉള്ളടക്കമോ കണ്ടെത്തുക അസാധ്യമായിരുന്നു. കുപ്പിയുടെ പകുതിയോളം ഡൊണോഗു കഴിച്ച ശേഷം ബാക്കിയുള്ളവ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചപ്പോൾ കൊച്ചിന്റെ അഴുകിയ അവശിഷ്ടങ്ങൾ പുറത്തേക്ക് പൊങ്ങി വന്നത് ഡൊണോഗുവിൽ ഷോക്കുണ്ടാക്കുകയും കടുത്ത ഗ്യാസ്ട്രോ എൻഡൈറ്റിസിന് കാരണമാവുകയും ചെയ്തു. ഡൊണോഗു ജിഞ്ചർ ബിയർ നിർമ്മാതാവായ സ്റ്റീവൻസനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ തുടങ്ങി. ഒടുവിൽ വിഷയം ഹൗസ് ഓഫ് ലോർഡ്സിലെത്തി. പരാതിക്കാരനും നിർമ്മാതാവും തമ്മിൽ ഒരു കരാറും രൂപപ്പെട്ടില്ലെന്നുള്ള വസ്തുതയുടെ വെളിച്ചത്തിൽ നിർമ്മാതാവിന് സുരക്ഷ ഉറപ്പാക്കാനുള്ള ചുമതലയുണ്ടോ എന്നും അതിന് വീഴ്ച വരുത്തി എന്നും ചൂണ്ടിക്കാട്ടി ഡൊണോഗുവിന് നിർമ്മാതാവിനെതിരെ ഒരു അവകാശവാദം ഉന്നയിക്കാനാകുമോ? ജിഞ്ചർ ബിയറിന്റെ നിർമ്മാതാവിന് ഉൽപ്പന്നത്തിലെ അപാകതയെക്കുറിച്ച് അറിയാമായിരുന്നോ? അത് ഉപഭോഗം ചെയ്യാൻ യോഗ്യമല്ലാതാകുകയും അത് ഉപഭോക്താവിൽ നിന്ന് വഞ്ചനാപരമായ രീതിയിൽ മറച്ചുവെക്കുകയും ചെയ്തിരുന്നു. ഒരു വിതരണക്കാരൻ വഴി ജിഞ്ചർ ബിയർ വിൽക്കുന്ന നിർമ്മാതാവ് അന്തിമ ഉപഭോക്താവിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ബാധ്യസ്ഥനാണോ? ഉൽപ്പന്നത്തെക്കുറിച്ച് ഉപഭോക്താവിന് മുന്നറിയിപ്പ് നൽകുന്നതിൽ നിർമ്മാതാവിന്റെ ഭാഗത്തു നിന്ന് ഒരു പരാജയം ഉണ്ടായോ എന്നിവയായിരുന്നു കേസിൽ ഉന്നയിക്കപ്പെട്ട പ്രധാന വിഷയങ്ങൾ. സ്റ്റീവൻസൺ കമ്പനിയുടെ ലേബലുകളിൽ പതിച്ച് കുപ്പി നിർമ്മിക്കുകയും ജിഞ്ചർ ബിയർ പൊതുജനങ്ങൾക്ക് ഉപഭോഗത്തിനായി വിൽക്കുകയും ചെയ്തുവെന്നും കുപ്പികൾ സീൽ ചെയ്യുന്നതിന് മുമ്പ് ഒച്ചുകൾ അവയുടെ പാക്കേജ് ചെയ്ത ഉൽപ്പന്നങ്ങളിലേക്ക് കടക്കാത്ത വിധത്തിൽ കാര്യക്ഷമമായ പരിശോധനാ സംവിധാനം നിർമ്മാതാവ് ഉറപ്പാക്കേണ്ടതായിരുന്നുവെന്നും നിർമ്മാതാവായ സ്റ്റീവൻസൺ ഈ ചുമതലകളിൽ പരാജയപ്പെടുകയും അതിനാൽ ഈ അപകടത്തിന് കാരണമാകുകയും തങ്ങൾ നിർമ്മിച്ച കുപ്പിയിലിട്ട് ലേബൽ ചെയ്ത് സീൽ ചെയ്തതുമായ ഒരു ഉൽപ്പന്നം ഉപയോഗിക്കാൻ സ്റ്റീവൻസൺ പൊതുജനങ്ങളെ ക്ഷണിക്കുകയും അവയുടെ ഉള്ളടക്കം പരിശോധിക്കാൻ ഉപഭോക്താവിന് അവസരം നൽകാതിരിക്കുകയും ചെയ്തതിനാൽ കുപ്പിയിലെ ഒന്നും തന്നെ അപകടകരമാവാത്തതും ഉറപ്പാക്കാൻ നിർമ്മാതാവ് ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നും കുപ്പിയിൽ ഒച്ചുണ്ടായിരുന്ന സാഹചര്യം തന്നെ നിർമ്മാതാവിന്റെ അശ്രദ്ധയുടെ സൂചനയാണെന്നും വാദിഭാഗം സമർത്ഥിച്ചു. ജിഞ്ചർ ബിയർ വാങ്ങിയത് ഡൊണോഗുവിന്റെ സുഹൃത്താണെന്നും ഡൊണോഗു ജിഞ്ചർ ബിയർ വാങ്ങാത്ത സാഹചര്യത്തിൽ നിർമ്മാതാവ് സ്റ്റീവൻസനുമായി ഒരു കരാർ ബന്ധം ഇല്ല എന്നും അതിനാൽ ഡൊണോഗുവിന് സ്റ്റീവൻസനെതിരെ ഒരു അവകാശവാദം ഉന്നയിക്കാൻ കഴിയില്ല എന്നും പ്രതിഭാഗവും വാദിച്ചു. ലോർഡ് അറ്റ്കിൻ സ്റ്റീവൻസൺ തന്റെ ഉൽപ്പന്നത്തിന്റെ സമഗ്രതയ്ക്ക് ഉത്തരവാദിയാണെന്നും കേസിൽ പരിചരണത്തിന്റെ വ്യക്തമായ കടമ വ്യക്തമാക്കി ഡൊണോഗുവിന് അനുകൂലമായി വിധി പ്രസ്താവിച്ചു. നിർമ്മാതാവിന് അവരുടെ ഉൽപ്പന്നത്തിന്റെ എല്ലാ അന്തിമ ഉപഭോക്താക്കൾക്കും സുരക്ഷ ഉറപ്പാക്കേണ്ട കടമയുണ്ടെന്നും നിർമ്മാതാവ് ഡൊണോഗുവിനോട് ഒരു കരാർ ഡ്യൂട്ടിക്കും കടപ്പെട്ടിട്ടില്ല. എന്നാൽ അതേസമയം പരിചരണം എന്ന പൊതു കടമ നിമിത്തം നിർമ്മാതാവ് പ്രസ്തുത ഉൽപ്പന്നത്തിന്റെ സമഗ്രത ഉറപ്പാക്കേണ്ടതുണ്ടെന്നും വിധിയിൽ പറയുന്നു. അയൽക്കാരനെ സംരക്ഷിക്കാനും നമ്മുടെ പ്രവൃത്തികൾ അവനെ ബാധിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാനും നാം ന്യായമായ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ടെന്ന് ലോർഡ് അറ്റ്കിൻ നിരീക്ഷിച്ചു. അങ്ങനെ ഈ കേസ് നെഗ്ലിജൻസ്, ഡ്യൂട്ടി ഓഫ് കെയർ, നെയ്ബർ പ്രിൻസിപ്പിൾസ് എന്നീ 3 അടിസ്ഥാന നിയമ തത്വങ്ങൾ സ്ഥാപിക്കുന്നതിൽ വ്യാപകമായ ഖ്യാതി നേടി. ഈ വിധിന്യായം കോമൺ ലോ പരിണാമത്തിലെ ഒരു നാഴികക്കല്ലായ വിധി മാത്രമല്ല, ഇന്നുവരെ നിരവധി അവ്യക്തതകൾ ഉൾക്കൊള്ളുന്ന ഒരു നിയമശാഖയായ ടോർട്ട് നിയമത്തെയും പ്രത്യേകിച്ച് നെഗ്ലിജൻസ് സിദ്ധാന്തത്തിന്റെയും വികാസത്തിന് പ്രധാന പങ്കുവഹിച്ചു. നിർമ്മാതാക്കൾക്ക് കരാറുമായി ബന്ധമില്ലാത്ത ആരുടെയും സുരക്ഷ ഉറപ്പാക്കാനുള്ള കടമയില്ല എന്നതായിരുന്നു അതുവരെ സ്ഥാപിക്കപ്പെട്ട പൊതുതത്വം. ഈ കേസിന് ശേഷം ഒരാൾ നിർമ്മാതാവിന്റെ ഭാഗത്തു നിന്ന് ഡ്യൂട്ടി ലംഘനം ഉണ്ടായി എന്ന് തെളിയിച്ചാൽ ഒരു കരാർ ബന്ധമില്ലെങ്കിൽ പോലും നിർമ്മാതാവിനെതിരെ നെഗ്ലിജൻസിന് ക്ലെയിം ചെയ്യാം. അപകടം സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ദോഷകരമായ ഉൽപ്പന്നം നിർമ്മിക്കുന്ന നിർമ്മാതാവ് അന്തിമ ഉപഭോക്താവിന്റെ വരെ സുരക്ഷ ഉറപ്പാക്കാൻ ഉത്തരവാദിയായിരിക്കും. ഇന്ത്യയുടെ പല സുപ്രീം കോടതി വിധിയിലും ഈ കേസ് ഇപ്പോഴും ഉദ്ധരിക്കപ്പെടുന്നു.